പൃഥ്വിരാജിന്റെ കർണൻ ഒരുങ്ങുക 300 കോടി ബജറ്റിലെന്ന് RS വിമൽ. യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമ. മഹാഭാരത കഥാപാത്രമായി പൃഥ്വിരാജ് മുഖ്യവേഷത്തിലെത്തുന്ന കർണൻ ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാവുമെന്ന് സംവിധായകൻ RS വിമൽ. വൻ വിജയമായ ആദ്യ ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ പുറത്തെത്തിയതിന്റെ 1ാം വാർഷിക വേളയിലാണ് കർണന്റെ ബജറ്റിനെ കുറിച്ചുള്ള വിമലിന്റെ വെളിപ്പെടുത്തൽ. 300 കോടി ചിലവിട്ടാവും കർണൻ പൂർത്തിയാക്കുകയെന്ന് വിമൽ പറയുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും ചെലവ് കൂടിയ സിനിമയാകും കർണൻ. വിമൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെ: എന്ന് നിന്റെ മൊയ്തീൻ പുറത്തിറങ്ങിയിട്ട് നാളെ 1 വർഷം തികയുന്നു. ദുരന്തങ്ങളുടെയും തടസ്സങ്ങളുടെയും ഘോഷയാത്രയ്ക്കൊടുവിൽ എവിടെയോ ഇരുന്ന് മഹാനായ മൊയ്തീൻ എന്നെ സഹായിച്ചു. മഹാജനങ്ങൾ അത് മഹാവിജയമാക്കി. ഇനി കർണൻ ഏത് ദുരിതങ്ങളുടെ ഘോഷയാത്രയിലും എവിടെയോ ഇരുന്ന് കർണൻ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. കേട്ടുകേൾവി പോലെയല്ല, ഏകദേശം 300 കോടിയോളം രൂപ ചെലവിട്ടാണ് കർണൻ പൂർത്തിയാവുക. പോരാടി നേടുന്നതിന് ഒരു സുഖമുണ്ട്. നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് കർണന്റെ കളത്തിൽ ദൈവം എന്ന അത്ഭുതത്തെ കൂട്ടുപിടിച്ച് പോരാട്ട വീര്യത്തോടെ RS വിമൽ. ഈ വർഷം ജനുവരി മധ്യത്തോടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ച വേളയിൽ കർണന്റെ ബജറ്റ് 45 കോടിയാണെന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്നും മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലുള്ള സിനിമ എന്ന നിലയിലല്ല കർണൻ കൺസീവ് ചെയ്യുന്നതെന്നും RS വിമൽ പറയുന്നു. വിമലിന്റെ വാക്കുകളിലേക്ക്: 45 കോടിയാണ് ബജറ്റ് എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. 45 കോടി കൊണ്ട് മാത്രം ഈ സിനിമ പൂർത്തിയാക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുമില്ല. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ബജറ്റ് എന്ന നിലയിൽ അല്ല കർണൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലേക്കും ഹിന്ദിയിലും പുറത്തിറക്കാനുള്ള സിനിമയാണ്. ബജറ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല. ലോക നിലവാരത്തിലുള്ള ഒരു സിനിമ സാധ്യമാക്കാനാണ് ശ്രമം. ഈ സിനിമയുടെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയും അത്തരത്തിൽ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് ഭാഗമായിരിക്കുന്നത്. ഈ സിനിമ എത്ര തുക ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും മുടക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് ഈ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ്. വിമൽ അന്ന് പറഞ്ഞിരുന്നു, ഒരു പീരിയഡ് സിനിമ എന്ന നിലയിൽ യുദ്ധരംഗങ്ങൾ ചിത്രത്തിലുണ്ടാവുമെന്നും മഹാഭാരതത്തിന്റെ ആസ്വാദനാനുഭവം സാധ്യമാക്കുന്ന സിനിമ ആയിരിക്കും ഇതെന്നും വിമൽ പറഞ്ഞിരുന്നു. മൊയ്തീന്റെ വിജയത്തിന് പിന്നാലെ ഈ വർഷാദ്യം ദുബായിൽ നടത്തിയ ചടങ്ങിലാണ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. For more movie news, please subscribe to our YouTube channel. Thank you.